STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലേക്കാട് അമിത വേഗതയിലെത്തിയ കാറിടിച്ച് തെറിപ്പിച്ച് ബൈക്ക് യാത്രികൻ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് ഒലവക്കോട് സുന്ദരം കോളനി ശംഖുവാരത്തോട് കെ ഫൈസൽ. പുറകിൽ സഞ്ചരിച്ച 16-കാരനായ മകൻ ഫിറോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പത്തിരിപ്പാലിൽ ലോറിക്ക് തീപിടിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഷൊർണൂർ കുളപ്പള്ളി മെഗാ ലോഡ്ജിൽ അനാശാസ്യം. ഉടമ അറസ്റ്റിൽ. 3 പട്ടാമ്പി സ്വദേശികളും 1 കുളപ്പള്ളി സ്വദേശിയും ഇരകളായ അന്യസംസ്ഥാനക്കാർ ഉൾപ്പെടെ 8ഓളം പേർ പോലീസിന്റെ പിടിയിൽ. ലോഡ്ജ് ഉടമ 2013-ലും 2020-ലും സമാനമായ കേസിൽ പ്രതി. പൂരം പൂത്തിറങ്ങി പറക്കുട്ടിക്കാവിൽ. വിവിധ ദേശങ്ങളുടെ വേലകൾ ക്ഷേത്രത്തിൽ സംഗമിച്ചത് വർണ്ണാഭവും നയനമനോഹരവുമായി. ശ്രവണസുന്ദരമായി വാദ്യമേളങ്ങളും. വാർത്തകൾ വിശദമായി. കല്ലക്കാട് അമിത വേഗതയിലെത്തിയ കാറിടിച്ച് തെറിപ്പിച്ച് ബൈക്ക് യാത്രികൻ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. ഒലവക്കോട് സുന്ദരം കോളനി ശംഖുവാരത്തോട് കെ ഫൈസലാണ് മരിച്ചത്. പുറകിൽ സഞ്ചരിച്ച 16-കാരനായ മകൻ ഫിറോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി പാലക്കാട് ഒറ്റപ്പാലം റൂട്ടിലെ കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപമാണ് ദാരുണ സംഭവം ഉണ്ടായത്. ബസ്സിനെ മറികടന്ന് അമിത വേഗതയിൽ വന്ന കാർ ഫൈസൽ സഞ്ചരിച്ചിരുന്ന കാറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഫൈസൽ തൊട്ടുപിറകിലുണ്ടായിരുന്ന ബസ്സിനടിയിൽപ്പെടുകയായിരുന്നു. ഫിറോസും ബസ്സിനടിയിൽപ്പെട്ടെങ്കിലും ചക്രം കയറാതെ രക്ഷപ്പെടുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ബസ്സിനടിയിൽ നിന്നും ഇരുവരെയും വലിച്ചെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫൈസലിനെ രക്ഷിക്കാനായില്ല. ഫൈസലും ഫിറോസും ബൈക്കിൽ ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്നു. സംഭവത്തിൽ കാർ ഡ്രൈവർ പറളി പാളയം സ്വദേശി വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കുളപ്പള്ളി മെഗാ ലോഡ്ജിൽ അനാശാസ്യം. ലോഡ്ജ് ഉടമ അറസ്റ്റിൽ. 3 പട്ടാമ്പി സ്വദേശികളും 1 കുളപ്പള്ളി സ്വദേശിയും ഇരകളായ 2 വെസ്റ്റ് ബംഗാൾ, 2 ആസാം, തൃശൂർ, ചെന്നൈ, ആലുവ, കല്ലടിക്കോട് സ്വദേശികളും 8ഓളം പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോഡ്ജ് ഉടമ 2016-ലും 2020-ലും സമാനമായ കേസിൽ പ്രതിയാണ്. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രവികുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുളപ്പള്ളി മെഗാ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിൽ ലോഡ്ജ് ഉടമയായ ബഷീർ എന്നയാളും ഇടപാടുകാരുമായി വന്ന 3 പട്ടാമ്പി സ്വദേശികളും 1 കുളപ്പള്ളി സ്വദേശിയും ഇരകളായ 2 വെസ്റ്റ് ബംഗാൾ, 2 ആസാം, ബാംഗ്ലൂർ, ചെന്നൈ, ആലുവ, കല്ലടിക്കോട് സ്വദേശികളായ 8ഓളം പേരെയും ഷൊർണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോഡ്ജ് ഉടമ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇരകളെ കണ്ടെത്തി ലോഡ്ജിൽ താമസിപ്പിച്ച് ഇടപാടുകാർക്ക് കാഴ്ചവെച്ച് അമിത വരുമാനം ഉണ്ടാക്കുന്നതായി പോലീസ് കണ്ടെത്തി. ലോഡ്ജിൽ നിന്നും ഗർഭനിരോധന ഉറകളും ലൈംഗിക ഉത്തേജക മരുന്നുകളും പോലീസ് കണ്ടെടുത്തു. ലോഡ്ജ് ഉടമയായ ബഷീറിന്റെ കയ്യിൽ നിന്നും 44,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. അറസ്റ്റ് ചെയ്ത പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ രവികുമാർ, SI അശ്വിൻ, ASI സുഭദ്ര, CPOമാരായ രാജേഷ്, ഹരിഹരൻ, ഡിൻഡു, സനൽകുമാർ, വള്ളി, SCPO നിഷാദ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ലോഡ്ജ് ഉടമ 2013-ലും 2020-ലും സമാനമായ കേസിൽ പ്രതിയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൂരം പൂത്തിറങ്ങി പറക്കുട്ടിക്കാവിൽ. കുളപ്പള്ളി കല്ലിപ്പാടം പറക്കുട്ടിക്കാവിൽ നടന്ന പൂരാഘോഷ പരിപാടികൾ വർണ്ണാഭമായി. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വന്ന വേലകൾ ക്ഷേത്രത്തിൽ സംഗമിച്ചത് നയനമനോഹരമായി. ശ്രവണസുന്ദരമായി വാദ്യമേളങ്ങളും. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വേലയുടെയും പൂരത്തിന്റെയും ഈറ്റില്ലവുമായ വള്ളവനാട്ടിൽ കുളപ്പള്ളി കല്ലിപ്പാടത്ത് സ്ഥിതി ചെയ്യുന്ന പറക്കുട്ടിക്കാവിൽ നടന്ന പൂരമഹോത്സവം അതിവിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. പൂരാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. വിവിധ ദേശങ്ങളായ തെക്കുമുറി, വടക്കുമുറി, കിഴക്കുമുറി, പടിഞ്ഞാറ്റുമുറി ദേശങ്ങളുടെ വേലകൾ വൈകിട്ടോടെ ക്ഷേത്രത്തിൽ സംഗമിച്ചു. ഇണക്കാളകളും തെയ്യവും തമ്പോലവും കൊണ്ട് തെക്കുമുറി വേല പ്രദേശത്തെ വരവ് അറിയിച്ചപ്പോൾ ഇണക്കാളകളും കാവടിയും തമ്പോലത്തിന്റെയും അകമ്പടിയോടെ വടക്കുംപുറിയും സാന്നിധ്യം അറിയിച്ചു. ആനയും പഞ്ചാരിമേളവും കാളയും തെറിയും ശിങ്കാരിമേളവും ഒത്തുചേർന്നപ്പോൾ കിഴക്കുംപുറി ദേശത്തിന്റെ വരവ് ഗംഭീരമായി. പടിഞ്ഞാറ്റുമുറി ദേശം ആനയും പഞ്ചവാദ്യവും ഇണക്കാളകളും തിറയും പൂതനും ഒരുക്കി തങ്ങളുടെ സാന്നിധ്യം വിപുലമാക്കി. 4 ദേശങ്ങളുടെയും വേലകളുടെ സംഗമം വർണ്ണാഭവും നയനമനോഹരവും ശ്രവണസുന്ദരവുമാക്കി.
ഇനി പറക്കുട്ടിക്കാവ് അടുത്ത പൂരത്തിന്റെ കാത്തിരിപ്പിലാണ്. പൂര മഹോത്സവത്തിൽ ആയിരങ്ങൾ സാക്ഷികളായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പത്രിപ്പാലയിൽ ലോറിക്ക് തീപിടിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പത്രിപ്പാല 14 മൈലിന് സമീപം ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. കർണാടകയിൽ നിന്നും പഞ്ചസാരയുമായി പത്തിരിപ്പാലയിലെത്തിയ ചരക്ക് ലോറിക്കാണ് തീപിടിച്ചത്. മുൻഭാഗം പുകയും തീയും ഉയർന്നതോടെ ഡ്രൈവറും സഹജീവനക്കാരും ചേർന്ന് ലോറി നിർത്തി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടതോടെ വൻ ദുരന്തം ഒഴിവായി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പാലക്കാട്, കോങ്ങാട് സ്റ്റേഷനുകളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ലോറിയുടെ മുൻഭാഗവും കുറച്ച് പഞ്ചസാര ചാക്കുകളും കത്തിനശിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ ഞാറക്കോട് വായനശാല സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് സദസ്സും ജനപ്രതിനിധികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്. എന്നാൽ മതേതരം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം മാറ്റി ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളായിട്ടുള്ള ഭരണാധികാരികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനം നമുക്കറിയാം മറ്റു ലോകരാഷ്ട്രങ്ങളിൽ നിന്നും. വാർഡ് മെമ്പർ കൃപേഷ് കുമാർ NK അധ്യക്ഷത വഹിച്ചു. റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബ്രിജേഷ് NS പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന PR, ബ്ലോക്ക് മെമ്പർ ധന്യ R, വാർഡ് മെമ്പർ കൃപേഷ് കുമാർ NK, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ, മുൻ വാർഡ് മെമ്പർ പ്രീത VC എന്നിവരെ ആദരിച്ചു. കേരള ബാങ്ക് ബോർഡ് ജില്ലാ അംഗം OV സ്വാമിനാഥൻ, രാമകൃഷ്ണൻ, രാജേഷ് കുമാർ NC എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗുരുവായൂരപ്പന് ഭക്തന്റെ വേറിട്ട സമർപ്പണം. തൃശൂർ പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് ഗുരുവായൂർ ക്ഷേത്ര ഭൂമിയിൽ 2000-ലധികം തെച്ചിപ്പൂച്ചെടികളാൽ പൂജാപുഷ്പങ്ങൾക്കായി പൂങ്കാവനം ഒരുക്കി നൽകിയത്. സഹോദരി പുത്രൻ പ്രദീപ് കണ്ണന്റെ പിന്തുണയോടെയാണ് സുരേഷ് പുഷ്പോദ്യാനം ഒരുക്കിയത്. കുടുംബത്തോടൊപ്പം എത്തിയാണ് സുരേഷ് ഉദ്യാന സമർപ്പണം നടത്തിയത്. നേരത്തെ ശബരിമല, ചോറ്റാനിക്കര, തിരുനാവായ തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജാപുഷ്പങ്ങൾ ഒരുക്കാൻ തെച്ചിത്തോട്ടങ്ങൾ ഒരുക്കിയ ശേഷമാണ് സുരേഷ് ഗുരുഭവനപുരിയിലും പൂജാപുഷ്പങ്ങൾക്കായി തോട്ടമൊരുക്കിയത്. ഏറെ കാലമായുള്ള ആഗ്രഹമാണ് ഗുരുവായൂരപ്പിനു വേണ്ടി പൂജാപുഷ്പങ്ങൾക്കായി ഒരു ഉദ്യാനം ഒരുക്കുക എന്നത്. താൻ ഒരുക്കിയ പുഷ്പങ്ങൾ അർച്ചനയ്ക്കായി ഇഷ്ടദേവന്റെ മുന്നിൽ നേരിട്ടെത്തുക എന്നത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണെന്നും ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ സുരേഷിന്റെ ഭാഷ്യം. ക്ഷേത്രം തന്ത്രി ചേദാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ച് ആദ്യത്തെ ഇതട്ട് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ PK വിജയൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. സുരേഷ് പാർലിക്കാട് നമ്മുടെ ഭാഗവത സത്രം നടക്കുന്ന അവിടത്തേക്ക് വേണ്ട പൂക്കളൊക്കെ അവിടെ തന്നെ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വളരെ അനുഭവസമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവശ്യം നമ്മൾ അംഗീകരിച്ച് ഇവിടെ അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഇന്നത് ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഭരണസമിതി അംഗങ്ങളെല്ലാവരും ഇവിടെയുണ്ട്, അഡ്മിനിസ്ട്രേറ്ററുണ്ട്, അതുപോലെ ആരാധ്യനായ തന്ത്രിയുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് അത് നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. ഹൈബ്രിഡ് തെച്ചി തൈകളാണ് ഗുരുവായൂരിൽ എത്തിച്ച് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. തൈകൾ നനച്ച് പരിപാലിക്കാൻ സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് കൊടിയേറി. ഇനി ആഘോഷങ്ങളുടെ 8 നാൾ. നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു കൊടിയേറ്റം. ഷൊർണൂർ മുതലിയാർ തെരുവിൽ ദശാബ്ദങ്ങളായി ദേവീ ചൈതന്യത്തിൻ്റെ നിത്യദീപ്തിയായി നിലകൊള്ളുന്ന പുരാതന ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഭക്തിയോടും ആചാരശുദ്ധിയോടും കൂടി ആചരിച്ചു വരുന്ന ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിനാണ് തിങ്കളാഴ്ച രാവിലെ കൊടിയേറിയത്. വിശേഷാൽ പൂജകൾക്ക് ശേഷം നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. നേരത്തെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സ്പെഷ്യൽ നേർച്ചാ വഴിപാടുകൾ എന്നീ ചടങ്ങുകളും ഉണ്ടായിരുന്നു. രാവിലെ 11 മണിക്ക് ശേഷം ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, നിരവധി ഭക്തർ കൊടിയേറ്റ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടിയാട്ടം, തായമ്പക, നാഗപൂജയും പുള്ളുവൻപാട്ടും, കന്യക കുമാരി പൂജ, സുവാസിനിയാർച്ചന, സമ്പൂർണ്ണ നാരായണീയ പാരായണം, സമൂഹാർച്ചനയും കൽപ്പൂരദീപ പ്രദക്ഷിണവും, ഭക്തഗുരുപൂജ തുടങ്ങിയ ചടങ്ങുകളും നടക്കും. ഈ മാസം 16-ന് പൂജാ മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലേക്കാട് അമിത വേഗതയിലെത്തിയ കാറിടിച്ച് തെറിപ്പിച്ച് ബൈക്ക് യാത്രികൻ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് ഒരവക്കോട് സുന്ദരം കോളനി ശംഖുവാരത്തോട്
കെ ഫൈസൽ. പുറകിൽ സഞ്ചരിച്ച 16-കാരനായ മകൻ ഫിറോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പത്തിരിപ്പാലിയിൽ ലോറിക്ക് തീപിടിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഷൊർണൂർ കുളപ്പുള്ളി മെഗാ ലോഡ്ജിൽ അനാശാസ്യം. ഉടമ അറസ്റ്റിൽ. 3 പട്ടാമ്പി സ്വദേശികളും 1 കുളപ്പുള്ളി സ്വദേശിയും ഇരകളായ അന്യസംസ്ഥാനക്കാർ ഉൾപ്പെടെ 8ഓളം പേർ പോലീസിന്റെ പിടിയിൽ. ലോഡ്ജ് ഉടമ 2013-ലും 2020-ലും സമാനമായ കേസിൽ പ്രതി. പൂരം പൂത്തിറങ്ങി പറക്കുട്ടിക്കാവിൽ. വിവിധ ദേശങ്ങളുടെ വേലകൾ ക്ഷേത്രത്തിൽ സംഗമിച്ചത് വർണ്ണാഭവും നയനമനോഹരവുമായി. ശ്രവണസുന്ദരമായി വാദ്യമേളങ്ങളും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത വൈകുന്നേരം 6 മണിക്ക്. നന്ദി, നമസ്കാരം.